ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തിയിൽ ഞാൻ അധികം മസാലകളൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു കത്തിയോ അതല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും എരിവൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകമല്ല, അതാണ്. പിന്നെ ഈ ഒരു മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. 1 ക്യൂബാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഒരു മന്തിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കണമെങ്കിൽ പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഉപ്പ് ഈ ഒരു ക്യൂബിലുണ്ടാവും. ഇനി നമ്മുടെ ഒരു ചിക്കന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ 3/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് അരമണിക്കൂറോ അതല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അരമണിക്കൂറാണ് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല 3/4 കിലോ അരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല റൈസാണ് കേട്ടോ, മന്തിയൊക്കെ വെക്കുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യുമ്പോഴും ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ, ചിക്കൻ അല്ലെങ്കിൽ അടിയൊക്കെ പിടിച്ചിട്ട് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതേ ചിക്കൻ ഒരു സൈഡ് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗം ഒരുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ചിക്കൻ ഞാൻ മറ്റേ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 4-5 കഷ്ണം പട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 4 ഏലയ്ക്കും പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുത്ത് റൈസ് ഒരു 3/4 ഭാഗം ആവണ വരൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ചോറിപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തു മാറ്റാം കേട്ടോ. നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലത്തെ കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. മന്തി കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാ ചോറും നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചോറൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ചോറിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മുടെ ഒരു മന്തിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫുഡ് കളർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഒരു മന്തിക്ക് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ചാർക്കോൽ കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു റൈസ് നമ്മൾ ദം ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ മൂടിയൊക്കെ ആണെങ്കിൽ ഗ്ലാസിൻ്റെ മൂടിയാണെങ്കിൽ ചെറിയൊരു ഹോൾസ് കാണും. അതൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് ആവണ വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഈ ഒരു ചാർക്കോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പച്ചമുളകൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു ചോറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ആ ഒരു ചിക്കനും ചോറൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും ആദ്യം കുറച്ച് ചോറെടുത്ത് മാറ്റണത്. അപ്പോൾ ഇത് ചിക്കനും ചോറും കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്സിക്കൊക്കെ അല്ലേ, അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചോറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസുകളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്